കേരളത്തിലെ മഹാവിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി നേതാക്കൾ ചരടുവലികൾ ആരംഭിച്ചിട്ടുണ്ട്. സീനിയോറിറ്റി പരിഗണിക്കണം എന്നാണ് രമേശ് ചെന്നിത്തല വിഭാഗം പറയുന്നത്. ഘടകകക്ഷികളെ ഒപ്പം കൂട്ടിയുള്ള നീക്കങ്ങളാണ് വി.ഡി. സതീശൻ നടത്തുന്നത്. അതേസമയം കൂടുതൽ പാർലമെന്ററി നേതാക്കളുടെ പിന്തുണ എന്ന പാരമ്പര്യ മാനദണ്ഡം പരിഗണിക്കണം എന്നാണ് കെ.സി. അനുകൂലികളുടെ നിലപാട്. നടപടിക്രമങ്ങൾ ആരംഭിച്ചതായി കെ.സി. വേണുഗോപാൽ പറഞ്ഞു. അപ്പോൾ പാർട്ടി നേതൃത്വം കൂടിയാലോചന നടത്തി, ഹൈക്കമാൻഡ് കൂടിയാലോചന നടത്തി മറ്റു അനന്തര നടപടിയിലേക്ക് കടക്കും. അധികം വൈകാതെ തന്നെ കടക്കും. കൂടുതൽ വിശദാംശങ്ങളുമായി ആൽവിൻ തോമസും ബിനിൽ സാബുവും ചേരുകയാണ്. ആദ്യം ആൽവിനിലേക്ക്. ആൽവിൻ, എന്തായാലും വലിയ വിജയമാണ് UDF-ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രി ആരാകും എന്നത് തന്നെയാണ് ഇപ്പോഴും ഉയരുന്ന ചോദ്യം. 3 പേരിനും ഒരുപോലെ പരിഗണനയുണ്ട്. ആ തരത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും വിജീഷ്, അങ്ങനെ തന്നെയാണ്. വലിയൊരു സംഘടനാ പ്രക്രിയ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലായിടങ്ങളിലും നടക്കുക പതിവാണ്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് കെ.സി. വേണുഗോപാൽ ഇന്ന് പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഉടൻ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ 3 നേതാക്കന്മാർ, നമുക്കറിയാവുന്നതുപോലെ 3 പേരുടെ പേരുകളാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർന്നു കേൾക്കുന്നത്. അതിൽ പ്രധാനം വി.ഡി. സതീശൻ, അതോടൊപ്പം തന്നെ കെ.സി. വേണുഗോപാൽ, അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല എന്നിങ്ങനെയാണ്. അതിൽ കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത്തവണ വന്ന പട്ടികയിൽ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏതാണ്ട് 40-ലധികം പേർ കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കണക്കുകൾ പരിശോധിച്ചാൽ അന്ന് തന്നെ മനസ്സിലായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മിന്നും വിജയത്തിൽ ആ 40 പേരുടെയും നിലപാട് അതുതന്നെയാവും പ്രധാനമായും ഇതിൽ ശ്രദ്ധേയമാവുക എന്ന് വേണം കരുതാൻ. വി.ഡി. സതീശൻ വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷം പുറത്തിരുന്ന, അല്ലെങ്കിൽ 10 വർഷം പുറത്തിരുന്നപ്പോൾ കഴിഞ്ഞ 5 വർഷം അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതിന് ഒരു പിന്തുണ ഉണ്ടാകും. അതിനൊരു പിന്തുണ MLA-മാർ അല്ലെങ്കിൽ ജയിച്ചു വന്നവർ നൽകും എന്നുള്ളൊരു വലിയ പ്രതീക്ഷ വി.ഡി. സതീശൻ വെച്ചു പുലർത്തുന്നുണ്ട്. ആ പ്രതീക്ഷയിലാണ് വി.ഡി. സതീശൻ ഉള്ളത്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക്, കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുക. അതിനായി 2 പേരെ നിരീക്ഷകരെ ഉടൻ തന്നെ കേരളത്തിലേക്ക് അയക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നോ നാളെയോ മറ്റോ അവർ കേരളത്തിലെത്തിയാൽ ഓരോ MLA-മാരുമായി, ജയിച്ചു വന്ന ഓരോരുത്തരുമായും ഒരു 1-to-1 ചർച്ചകൾ നടത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അവരുടെ നിലപാട് സ്വരൂപിക്കുക ചെയ്യും. അതിനുശേഷമാകും അതൊരു റിപ്പോർട്ട് തയ്യാറാക്കി ഹൈക്കമാൻഡിനെ സമർപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനിടയിൽ ഘടകകക്ഷികളുമായുള്ള പാർട്ടികളുമായിട്ടുള്ള ആളുകളുമായും സംസാരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ വി.ഡി. സതീശൻ നേരത്തെ തന്നെ പിന്തുണ നൽകിക്കൊണ്ട് മുസ്ലിം ലീഗ് രംഗത്തെത്തിയിരുന്നു. P.J. ജോസഫ് വിഭാഗവും അതുപോലെ തന്നെ വി.ഡി. സതീശന് ഏതാണ്ട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇത്തരത്തിൽ മറ്റ് RSP ആണെങ്കിലും മറ്റ് ചെറിയ കക്ഷികളാണെങ്കിൽ പോലും ഘടകകക്ഷികളുടെ ഒരു പിന്തുണ വി.ഡി. സതീശന് ഉറപ്പിക്കാനായിട്ടുണ്ട് ഈ ഘട്ടത്തിൽ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ്റെ പ്രതീക്ഷ അതാണ്. പക്ഷേ കെ.സി. വേണുഗോപാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് ജയിച്ചു വന്ന MLA-മാരുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മേൽക്കൈ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാൻ തയ്യാറെടുക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഹൈക്കമാൻഡ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ആണോ പോവുക, അല്ലെങ്കിൽ അസാധാരണമായ ഒരു തീരുമാനം എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ വി.ഡി. സതീശനെയോ അല്ലെങ്കിൽ മുതിർന്ന നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയിലേക്കോ പരിഗണന പോകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. രമേശ് ചെന്നിത്തലയും നേരത്തെ തന്നെ ക്ലെയിം ഉന്നയിച്ചിരുന്നു. തലമുതിർന്ന നേതാവാണ് കോൺഗ്രസിലെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ അദ്ദേഹവും നിരവധി പദവികൾ വഹിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം സീനിയോറിറ്റി ഉള്ള ഒരാളെ പിന്തുണയ്ക്കാനായി നിരവധി MLA-മാരും ഉണ്ട് എന്നുള്ളതും വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ ആർക്കാകും നറുക്ക് വീഴുക എന്നുള്ളത് ഹൈക്കമാൻഡ് ആയിരിക്കും ഒടുവിൽ തീരുമാനിക്കുക. ഏതായാലും ഈ 3 പേരും ഇപ്പോഴും സജീവമായി തന്നെ രംഗത്തുണ്ട്. അതിൽ കെ.സി. വേണുഗോപാലിന് ഈ പാർലമെൻ്ററി പാർട്ടിയിൽ കൂടുതൽ എണ്ണം ലഭിക്കുകയാണെങ്കിൽ, കൂടുതൽ പേർ അദ്ദേഹത്തിനായി കൈ ഉയർത്തുകയാണെങ്കിൽ ഒരു പക്ഷേ കെ.സി. വേണുഗോപാൽ അദ്ദേഹമായിരിക്കും മുഖ്യമന്ത്രി പദത്തിലേക്ക് വരിക. അപ്പോഴും വി.ഡി. സതീശൻ്റെ പ്രതീക്ഷ അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. നേരത്തെ തന്നെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തന മികവാണ് അദ്ദേഹത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്. ആ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ MLA-മാർ നിലപാട് സ്വീകരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വി.ഡി. സതീശനുള്ളത്. ഏതായാലും ഈ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ അതിന് നേതൃത്വം നൽകിയ ആൾ കൂടിയാണ് വി.ഡി. സതീശൻ. പലപ്പോഴും ഈ സാമുദായിക നേതാക്കളോട് പിണങ്ങേണ്ടി വന്ന സാഹചര്യമുണ്ട്, നേരിട്ട് പോരടിക്കേണ്ട സാഹചര്യം വന്നു. അത് NSS ആയാലും SNDP ആയാലും. പക്ഷേ നിലപാടിന്റെ പേരിൽ പിന്നോട്ട് പോകാൻ വി.ഡി. സതീശൻ തയ്യാറായില്ല. PV അൻവർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതിനിടയിൽ വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പ് കാലത്ത്, നിലമ്പൂരിന്റെ കാലത്ത് ആ ഉറച്ച നിലപാടെടുത്തു. അങ്ങനെ നിലപാടിന്റെ പേരിൽ കൂടിയാണ് ഈ വലിയ വേവ് ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തീർച്ചയായും അത്
സ്വാഭാവികമായും വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസും മൈനസും അദ്ദേഹത്തിന് അതുതന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അതിൽ അദ്ദേഹം കർക്കശനാണ്. ആ നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് സൈഡും അതോടൊപ്പം തന്നെ ഒരു നെഗറ്റീവ് സൈഡും. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഒരു മെയ്വഴക്ക രാഷ്ട്രീയം അദ്ദേഹത്തിന് ഒരു പരിചിതനല്ലാത്ത ഒരാളാണ് അദ്ദേഹം ഇന്നലെയും കൂടി ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു സാമുദായിക നേതാവിൻ്റെ ഒരു സ്ഥലത്ത് പോയി തിണ്ണ നിറങ്ങുന്ന പരിപാടി അത് കാണിക്കില്ല. അവരുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹം എപ്പോഴും തയ്യാറാണ്. അവരുമായി നല്ല ബന്ധമുള്ള ആളുമാണ്. പക്ഷേ ഒരു തിണ്ണ നിറങ്ങൽ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഒരിക്കലും കൊണ്ടെത്തിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അത് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസവും അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ആ നിലപാടുകളൊക്കെയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി വരിക എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ KC വേണുഗോപാലാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും ഇവർ സാമുദായിക നേതാക്കന്മാരുമൊക്കെയായി കൂടുതൽ അടുപ്പം കാണിക്കുന്ന ആളുകളാണ്. കൂടുതൽ അവരുമായി വേറെ തരത്തിൽ ചേർന്ന് പോകുന്നു എന്നുള്ളത് പുറത്ത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ പിന്തുണ വേറെ തരത്തിൽ ഉണ്ടാകും. അത് സ്വാഭാവികമായും ഈ MLA-മാരുടെ പിന്തുണ നൽകുന്നതിൽ അതിൽ ഉൾപ്പെടും, അല്ലെങ്കിൽ അതിൽ നിഴലിക്കും എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഏതായാലും ഈ 3 പേരിൽ തന്നെയാണ് ചർച്ചയുള്ളത്. അതിൽ പ്രധാനമായും KC വേണുഗോപാലിൻ്റെയും VD സതീശൻ്റെയും പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. അപ്പോഴും രമേശ് ചെന്നിത്തല തൻ്റെ ക്ലെയിം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിലൊക്കെയും പ്രധാനം MLA-മാരുമായിട്ടുള്ള ചർച്ചയാണ്, അവരുടെ നിലപാടാണ്. അത് തന്നെയാണ് ആൽവിൻ വളരെ പ്രധാനം. ഇപ്പോൾ ബിനിൽ ലീല സാബു കൂടി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ബിനിൽ, ഇനി എല്ലാ കണ്ണുകളും തലസ്ഥാനത്തേക്കാണ്. കാരണം ഏത് രീതിയിലാണ് ഈ ചർച്ചകൾ പോവുക എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 42 സീറ്റ് കയ്യിൽ ഉണ്ടായിരുന്നപ്പോൾ 100 സീറ്റിലേക്ക് സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച ഒരു നേതാവ് കൂടിയാണ് VD സതീശൻ. ആ രീതിയിലേക്ക് ചർച്ചകൾ വരുമോ, അല്ലെങ്കിൽ ഇപ്പോൾ ആൽവിൻ സൂചിപ്പിച്ചതുപോലെ മറ്റ് പല ഘടകങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ചർച്ചകൾ ഉണ്ടാകും? എന്തായാലും 3 പേരിലേക്ക് തന്നെ അത് ചുരുങ്ങിയിട്ടുണ്ട്. ആ 3 പേരിൽ തന്നെയാണ് ഇപ്പോഴും ചർച്ച നടക്കുന്നത്. ഇനി AICC-യുടെ ഘടകമായി വരുന്ന ഈ നിരീക്ഷകർ അവർ വന്ന് നടത്തുന്ന ചർച്ചകളിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. രുചീഷ്, 3 പേരുകൾ ഇപ്പോഴും സജീവമായി തന്നെ തുടരുകയാണ്. KC വേണുഗോപാൽ ഇതുവരെയും പിന്മാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അദ്ദേഹം വരികയാണെങ്കിൽ പിന്നെ ബാക്കി 2 പേരുകൾക്ക് അവിടെ പ്രസക്തിയില്ല. അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി വന്നാൽ ഇരിക്കൂരിൽ നിന്നോ മറ്റ് ഏതെങ്കിലും സുരക്ഷിതമായ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് അദ്ദേഹം മുഖ്യമന്ത്രി വരാനുള്ള സാധ്യതയാണ്. ഈ സമയത്ത് പോലും അദ്ദേഹം പിന്മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിനൊപ്പം തന്നെയാണ് ഭൂരിഭാഗം MLA-മാരും നിലയുറപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം പിന്മാറിയാൽ മറ്റാര് എന്നുള്ളതാണ് ചോദ്യം. അവിടെ പിന്തുണ ഒരുപക്ഷേ രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കും KC-യുടെ പിന്തുണ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന ഒരു സൂചനയുള്ളത്. പക്ഷേ ഇപ്പോഴും VD സതീശൻ തന്റെ ക്ലെയിം ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവായി നയിക്കാൻ സാധിച്ചു. മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പുകൾ വന്നു, വലിയ ഒരു പരാജയത്തിൽ നിന്നാണ് പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വിജയം പല മണ്ഡലങ്ങളിലും, നിലമ്പൂരും അതോടൊപ്പം തന്നെ പല മണ്ഡലങ്ങളും ജയിക്കാൻ വേണ്ടി സാധിച്ചു. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും. മാത്രമല്ല നേരത്തെ ആൽവിൻ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിനെ അടക്കം പിന്തുണ, ഘടകകക്ഷികളുടെ പിന്തുണ അദ്ദേഹത്തിന് കൃത്യമായി തന്നെ ഉണ്ട്. ലീഗ് അത് പരസ്യമായി തന്നെ പറയുകയും ചെയ്തതാണ്. പിന്നീടാണ് ഇത്തരത്തിൽ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. എന്തായാലും രമേശ് ചെന്നിത്തലയും ഈ തരത്തിൽ ക്ലെയിം ഉന്നയിക്കുന്നുണ്ട്. സീനിയോറിറ്റി പരിഗണിക്കണം എന്ന ഒരു ആവശ്യമാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ 2ാം പിണറായി സർക്കാർ വരുന്ന ആ സമയത്ത് അന്ന് ഭരണം ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്നത് രമേശ് ചെന്നിത്തലയായിരുന്നു. അത്തരം ചർച്ചകളാണ് നടന്നത്. അത് അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. പാർട്ടിയിലെ സീനിയർ നേതാവാണ്. അത് പരിഗണിക്കണം എന്നൊരു ആവശ്യമാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. എന്തായാലും AICC-യുടെ നിരീക്ഷകരെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കും. 2 പേരാകും അതിൽ ഉണ്ടാവുക. അവർ കേരളത്തിലേക്ക് നാളെ എത്താനുള്ള സാധ്യതയുള്ളത്. നാളെ എത്തിയാൽ ഈ MLA-മാരെ, ജയിച്ച MLA-മാരെ എല്ലാം നേരിട്ട് വ്യക്തിപരമായി കാണും. അതിനുശേഷം അവരുടെ അഭിപ്രായം തേടും. അതിനുശേഷമായിരിക്കും ആ റിപ്പോർട്ട് സമർപ്പിക്കുക. എന്തായാലും 3 പേരുടെ പേരുകളും ഇപ്പോൾ സജീവമായി തന്നെയുണ്ട്. തുടക്കത്തിൽ KC വേണുഗോപാലിന്റെ പേരാണ്. അദ്ദേഹം മുഖ്യമന്ത്രി വരുമെന്ന സൂചന തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അദ്ദേഹം അല്ലെങ്കിൽ പിന്നെ ആര് എന്നുള്ളതാണ് ചോദ്യം. അവിടെ VD സതീശന് അനുകൂലമായി ഇന്നും ഫ്ലെക്സ് പലയിടത്തും ഉയർന്നിട്ടുണ്ട്. അങ്ങനെ ചില MLA-മാരും അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം വരണം എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ ആൽവിൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തന പരിചയമാണ്, അല്ലെങ്കിൽ പ്രവർത്തന മികവാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതിപക്ഷ നേതാവായി അത്തരത്തിൽ വലിയ ഒരു മിന്നുന്ന വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു. തുടക്കത്തിൽ തന്നെ പറയുന്നത് VD സതീശൻ പറയുന്നത് 100 സീറ്റിലേക്ക് അധികം നേടി അധികാരത്തിൽ വരും, ഭരണം പിടിക്കുമെന്നാണ് തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞത്. അത് ഏറ്റവും ഒടുവിൽ പുതിയ യാത്രയിൽ സജീവമായി അദ്ദേഹം പറയുകയും ചെയ്തു. മാത്രമല്ല മിന്നുന്ന ജയമുണ്ടായില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന ഒരു നിലപാട് പ്രഖ്യാപനം കൂടി അദ്ദേഹം നടത്തുകയും ചെയ്തതാണ്. അങ്ങനെ പ്രഖ്യാപിച്ച ഒരാളെ പിന്തുണയ്ക്കണമെന്നാണ് ലീഗും നിലപാട് എടുത്തത്. നേരത്തെ പറഞ്ഞതുപോലെ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ VD സതീശനെ പിന്തുണയ്ക്കാൻ തന്നെയാണ് സാധ്യത. കാരണം
തലസ്ഥാനത്ത് ജയിച്ച CP ജോൺ CMB എന്തായാലും പിന്തുണയ്ക്കുക VD സതീശനെ ആയിരിക്കും. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ കൃത്യമായി തന്നെ ആ പ്രചാരണത്തിനിടയ്ക്ക് എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഈ തരത്തിലായിരിക്കും ചർച്ചകൾ എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അത് ഏറ്റവും ഒടുവിൽ ഒരു പേരിലേക്ക് എന്തായാലും മതിയാകുമെന്ന് നമുക്കറിയാം. അതിലേറെ ഈ മന്ത്രിസഭയിലേക്ക് ആര് എന്നത് കൂടി വളരെ ഈ നിമിഷം അത് ഒരുപാട് പേരുകളിലേക്ക് പോകുന്നുണ്ട്. 16 പേരെങ്കിലും കോൺഗ്രസിൽ നിന്ന് ആ പേരുകളിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ 12 മന്ത്രിസ്ഥാനം എങ്കിലും കോൺഗ്രസ് ഏറ്റെടുക്കുകയും ചെയ്യും. ആരിലേക്ക് ഈ പേരുകളൊക്കെ അവസാന ഘട്ടത്തിൽ എത്തുമെന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. രുചീഷ്, 12 മന്ത്രിമാരായിരിക്കും കോൺഗ്രസിന് ഉണ്ടായിരിക്കുക. അത്തരം ചർച്ചകളാണ്, ആ പേരുകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. തലസ്ഥാനത്തടക്കം പരിശോധിച്ചാൽ തലസ്ഥാനത്ത് നിന്ന് കോൺഗ്രസിന്റെ 3 പേർ മന്ത്രിസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ ജയിച്ചു വന്ന N ശക്തനാണ്. സാമുദായിക പരിഗണന കൂടി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മന്ത്രിയാകും. അതോടൊപ്പം തന്നെ മറ്റൊരു പേര് ഉയർന്നത് വിൻസെന്റിനെയാണ്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിയമസഭയിലുള്ളതാണ്, സീനിയർ നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിക്കണം എന്നൊരു ആവശ്യം ഉയരുന്നുണ്ട്. ആ പേരും ഉയർന്നു വരുന്നു. അതോടൊപ്പം കൊല്ലത്തേക്ക് വന്നാൽ 2 പേരുടെ പേരുകളാണ് ഉള്ളത്. KPCC വർക്കിംഗ് പ്രസിഡന്റ് ആണ് അവിടെ PC വിശ്വനാഥ്. അദ്ദേഹം മന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട്. ആ പേര് അദ്ദേഹത്തിന്റെ പേര് ലിസ്റ്റിലുണ്ട്. മറ്റൊന്ന് ബിന്ദു കൃഷ്ണയാണ്. ആ വനിതാ പ്രാതിനിധ്യം ഉറപ്പിച്ചാൽ ബിന്ദു കൃഷ്ണയോ അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ, ഈ 2 പേരുകളാണ് അത്തരത്തിൽ ഉള്ളത്. ആലപ്പുഴയിലേക്ക് വന്ന ഷാനിമോൾ ഉസ്മാന്റെ പേരാണ് പ്രഥമ പരിഗണനയിലുള്ളത്. മറ്റൊന്ന് M ലിജു ആണ്. M ലിജു KPCCയുടെ മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തെ പരിഗണിക്കണം എന്നൊരു ആവശ്യവും ഉയരുന്നുണ്ട്. നിലവിൽ എന്തായാലും അത്തരം ചർച്ചകളാണ് മുന്നോട്ട് പോകുന്നത്. കോട്ടയത്തേക്ക് വന്നാൽ തിരുവഞ്ചൂരോ അല്ലെങ്കിൽ ചാണ്ടിയുമ്മനോ സാധ്യത കുറവാണെങ്കിൽ കൂടി തിരുവഞ്ചൂര് എന്തായാലും മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നുറപ്പാണ്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, അദ്ദേഹത്തിന്റെ പേരും മന്ത്രിസഭയിലുണ്ട്. മന്ത്രിയായി അദ്ദേഹവും ഉറപ്പായും വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് AP അനിൽകുമാറാണ്. KPCC വർക്കിംഗ് പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിന്റെ പേരും ലിസ്റ്റുണ്ട്. അത് ഉറപ്പായും മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹം വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന് VT ബൽറാമാണ്. കഴിഞ്ഞ തവണ തൃത്താലം തോറ്റെങ്കിൽ ഇത്തവണ ഭിന്നും ജയം അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അതുകൂടി പരിഗണിച്ച് അദ്ദേഹത്തെ മന്ത്രിയാക്കണം എന്നൊരു ആവശ്യം ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ 12 ആളുകളുടെ പേരാണ് സജീവമായി പരിഗണനയിലുള്ളത്. രുചീഷ്, പിന്നിൽ എന്തായാലും വലിയ ചർച്ചകൾ തന്നെയാണ് ഈ നിമിഷം നടക്കുന്നത്. നമുക്കറിയാം അത് 10-ാം തീയതിക്കുള്ളിൽ ഈ തരത്തിലുള്ള ചർച്ചകൾ ഒക്കെ അവസാനമാകും. 10-ാം തീയതിയെങ്കിലും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പോകാനാകും എന്ന് തന്നെയാണ് കരുതുന്നത്. അതിനിടയിൽ തന്നെ ഈ പ്രധാനപ്പെട്ട ചർച്ചകൾ അത് ആരാകും മുഖ്യമന്ത്രി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. 3 പേരിലേക്ക് അത് ഇപ്പോഴുമുണ്ട്. ആ ചർച്ചകൾക്കായി AICCയുടെ ഭാഗമായുള്ള നിരീക്ഷകർ ഉടൻ തന്നെ സംസ്ഥാനത്തെത്തി ഓരോ MLA മാരുമായും ചർച്ച നടത്തും.